നിങ്ങൾക്ക് ആദ്യം നല്ല ഹാപ്പിനെസ് ആയിരുന്നു, പിന്നെ നിങ്ങൾക്ക് അവേക്കിനി എന്താണ് ഞാൻ എന്ന സത്യത്തെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമാണ്. ഇയാൾ തന്നിട്ടുള്ള ട്രിഗറിങ്ങും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് നിങ്ങളെ തന്നെ അറിയാൻ ശ്രമിച്ചു തുടങ്ങിയത്. ഒരു ട്രിഗറിങ് കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊരു എല്ലാ സോൾസും നമ്മൾ ഈ ഒരു ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് എല്ലാവരുമായിട്ടും നമുക്കൊരു സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ ഓരോരുത്തരെയും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാരായിട്ട് നമ്മൾ ഹയർ ലെവലിലൊക്കെ സോൾമേറ്റ് കണക്ഷൻസും കണക്റ്റഡ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തെയും പോലെ തന്നെ നമുക്ക് ഇതിലും നല്ല രീതിയിലൊരു സോൾ ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും എന്ന് വെച്ചാൽ ഒരു പവർഫുൾ സോൾ കോൺട്രാക്റ്റ് ആണ്. അത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജീനെ സ്ട്രെങ്തൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങൾക്കുള്ള എബിലിറ്റീസ്, അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെയൊക്കെ പോയ ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി ഒരു അവേക്കനിങ് സ്റ്റേജിലൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കുള്ളിലുള്ള ആ ഒരു കഴിവുകൾ അല്ലെങ്കിൽ ഡിവൈനിലോട്ട് എത്താൻ വേണ്ടിയുള്ള ആ ഒരു ഇത് ചിലപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹീലേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എംപാത്സ് ആയിരിക്കാം, പിന്നെ നിങ്ങൾക്ക് ടാരോ അതല്ലെങ്കിൽ ആസ്ട്രോളജി പരമായിട്ടും റീക്കി അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് താല്പര്യം വന്നു. അതായത് മറ്റുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്ത് പോകാനും ഉള്ള ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഇതെല്ലാം പഠിക്കണമെന്ന് തന്നെ ഇല്ല, പക്ഷേ നിങ്ങൾക്ക് അതേ രീതിയിലൊരു എംപത്ത് എന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. മൈൻഡ് സെറ്റിലോട്ട് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ളൊരു പവർ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ നിങ്ങളുടെ ഇമോഷണൽ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തും എടുക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ചില ആൾക്കാരൊക്കെ യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, മെഡിറ്റേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാംനെസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു രീതിയിലോട്ടൊക്കെ നിങ്ങളിപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലംസൊക്കെ വന്ന് ട്രിഗറിങ്ങും ഇതുമൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നിയിരുന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ഹെവിയാണ്, എൻ്റെ ഹാർട്ടിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങൽ, വേദന, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമാണ്, ഇത് വേണ്ടായിരുന്നു, അതല്ലെങ്കിൽ അതായത് ഈ ഒരു ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ ഒരു എനർജി കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്ത് നിന്ന് പോയപ്പോൾ അങ്ങനത്തെ ഒരു സങ്കടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി അത് നിങ്ങൾക്ക് നല്ലതായിട്ട് തന്നെയാണ് വന്നത്. നിങ്ങളിപ്പോൾ എല്ലാ ബ്ലോഗ്സും നിങ്ങളൊരു അവേക്കനിങ് നല്ല പോസിറ്റീവ് രീതിയിലൊക്കെ വന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ എനർജി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലോക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പാസ്റ്റ് ലൈഫ് ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെയും നിങ്ങൾ ഇമോഷണലി ചില സമയത്തൊക്കെ നിങ്ങളിലോട്ട് ട്രാപ്പായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാർമിക് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അതേപോലെ നിങ്ങളെപ്പറ്റി ചിന്തിക്കാനും എടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ